പോളണ്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന പകുതിയിലും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് വന്ന് ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. അതായത് പോളണ്ടിലെ ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചിട്ട്. അത് ഞാൻ ചെറുതായിട്ട് കാണിച്ചെങ്കിലും വിശദീകരിച്ച് പറഞ്ഞില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതെന്താ പറയാഞ്ഞെന്ന്. അത് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് കാണുമ്പോഴാണല്ലോ പലതും നമ്മളങ്ങനെ ആലോചിക്കുക. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല, അതൊക്കെ കയറി കാണും. ഇനി എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ യൂറോപ്പിൽ സർവൈവ് ചെയ്യണം, എങ്ങനെ ഒരു മിനിമം ബഡ്ജറ്റ് പ്ലാനിൽ ഒരു മാസം ഓടിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ഷറി ആയിട്ട് ഓടാം, അത് നിങ്ങളെ മാത്രം ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ബഡ്ജറ്റൊക്കെ നോക്കി ഓടിയാലേ കാര്യങ്ങൾ എത്തുള്ളൂ. അതായത് മാസാവസാനം ആകുമ്പോഴേക്കും ഒരു ടൈറ്റ് വരുമെന്നുണ്ടെങ്കിൽ മാസാവസാനം അങ്ങോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ, അതായത് അടുത്ത ശമ്പളം വരെ ഓടിച്ചെത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന ആളല്ല. ഒരു മാസം സസ്റ്റെയിൻ ചെയ്യാനുള്ള എമൗണ്ട് അത് മാത്രമാണ് ഞാൻ പാർട്ട് ടൈം ജോലിയിലൂടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എൻ്റെ എക്സ്പെൻസ് ഞാൻ പറയണേ. ഇപ്പം എന്നേക്കാൾ കൂടുതൽ കാശ് കിട്ടുന്നവർക്ക് ഇതിൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. ഓഫ് കോഴ്സ് എനിക്കും ഇപ്പോൾ കിട്ടുന്ന സാലറിയുടെ ഡബിൾ കിട്ടിയാൽ എനിക്കും ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈൽ എനിക്ക് കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഒരു മാസം ചെയ്ത് കൂട്ടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ഒരു മാസം ചിലവായിട്ട് കയ്യിൽ നിന്നും ഇറക്കി അങ്ങോട്ട് വിടുന്നത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ എടുക്കുന്നത് 1 വർഷത്തെയാണ്. പക്ഷേ അതല്ലാതെ ചിലവർ മാസം തോറും എടുക്കുന്നൊരു സാധനമുണ്ട്, ഇൻഷുറൻസ്. അപ്പോൾ അതിന് ഒരു 50 സ്ലോട്ടി പെർ മന്ത് വേണം. അത് ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ അത് കൂടും കുറയും, ചിലപ്പോൾ അത് കുറയും, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണം, അതിനൊരു 50 സ്ലോട്ടി നിങ്ങൾ കൂട്ടിക്കോ. പിന്നെ വേണ്ടത് എല്ലാ മാസവും മൊബൈൽ റീചാർജ് ഉണ്ട്. അത് വേണമെങ്കിൽ 3 മാസത്തെ ഒരുമിച്ച് ചെയ്യാം. പക്ഷെ ഞാൻ 1 മാസത്തെ ഇപ്പോൾ പറയുന്നുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യണം. ഞാൻ 20 സ്ലോട്ടിക്ക് ടോപ്പപ്പ് ചെയ്തിട്ട് ക്രോമിൽ നിന്ന് തന്നെ കുറച്ച് പ്ലാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അങ്ങോട്ട് എടുത്ത് വേറെ കുറച്ച് ഉടായ്പ പരിപാടികളൊക്കെ ചെയ്തിട്ട് നെറ്റ് കൂടുതൽ അങ്ങോട്ട് പിടിച്ചെടുക്കും. എനിക്കൊരു മാസം 300 GB കിട്ടും. ലൈക്ക മൊബൈലിൽ നിന്നാണ് ഞാൻ ആ പരിപാടി ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഒരു 20 കിട്ടും. പിന്നെ ഒരു 55 ട്രാം ടിക്കറ്റിനും പോകും. ഇത് എല്ലാ മാസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന സാധനങ്ങളാണ്. ഈ ഇൻഷുറൻസ് ഞാൻ 1 വർഷത്തെ എടുക്കാറ്, അപ്പോൾ അത് ഈ കൂട്ടത്തിൽ എടുക്കണ്ട. അതല്ലാതെ പറഞ്ഞ 2 സാധനം എല്ലാ മാസവും ഞാൻ പൊട്ടിക്കുന്നതാണ്. പിന്നെ വരുന്ന അക്കോമഡേഷൻ്റെ കേസ് ഞാൻ റേറ്റ് പറയുന്നില്ല, അതൊരു എമൗണ്ടായിട്ട് എല്ലാ മാസവും ഉണ്ടാവും. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ് 20,000 എൻ്റെ മോറോർലെസ് 20,000 എൻ്റെ അക്കോമഡേഷൻ റേറ്റ് വരുന്നത്. അത് അടുത്ത വർഷം ഒരു 2,000 കൂടി കൂടും. എല്ലാ വർഷവും ചെറിയൊരു ഇൻക്രിമെൻറ്റേഷൻ വരും. അത് ഇൻഫ്ലേഷൻ യൂറോപ്പിലുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് എല്ലാ വർഷവും ഒരു ചെറിയ കയറ്റം ഇറക്കം വരും. കയറ്റാണ് കൂടുതലും വരണത്. ഞാൻ വന്ന സമയത്ത് ഉണ്ടായ ബേസിക് സാലറിനേക്കാൾ 10 മടങ്ങായി ഇപ്പോഴത്തെ ബേസിക് സാലറി. അത് തന്നെ അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. നമ്മളതിലേക്ക് പോകണില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാ മാസവും എന്തായാലും പൊട്ടും എന്ന് ഉറപ്പുള്ള എമൗണ്ടാണ്. ഒരു 50, 100, 105, 125 ഉറപ്പായിട്ടും എല്ലാ മാസവും പൊട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊട്ടുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ആൻഡ് അതർ എക്സ്പെൻസസിലേക്ക് നമുക്ക് പോകാം. ഫുഡ് എക്സ്പെൻസസിലേക്ക് പോകാം. അത് നമുക്കൊരു വീക്കിലി എൻ്റെ പരിചയത്തിൽ തന്നെ 40 സ്ലോട്ടിക്ക് ഒരാഴ്ച ഓടുന്ന ആളുണ്ട്, വീക്കിലി 50 സ്ലോട്ടിക്ക് ഓടുന്ന ആളുണ്ട്. ഇപ്പം എൻ്റെ വീക്കിലി പൊട്ടുന്നത് 120 സ്ലോട്ടിയാണ്. അതായത് 40 സ്ലോട്ടിക്ക് എന്ന് പറയുമ്പോൾ അത്രയും കുറച്ച് ഓടിക്കേണ്ടി വരും. ഇപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 1 ദിവസം ക്ലാസ്, പിന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഫുഡ് കിട്ടും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഫുഡ് കിട്ടില്ല. വീക്കിലി ആകെ ശനി ഞായർ മാത്രമേ ജോലിക്ക് പോകണം. അപ്പോൾ 7 ദിവസവും ഞാൻ തന്നെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ കച്ചറ സാധനങ്ങൾ ഞാൻ മേടിച്ച് കഴിക്കാറില്ല. ഓഫറുള്ളതാണ് ഞാൻ മേടിച്ച് കഴിക്കുന്നത്. പക്ഷേ അതിനകത്ത് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്ന, അല്ലെങ്കിൽ കഴിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് തോന്നുന്ന ഫുഡ് മേടിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 100, 150 താഴെ എല്ലാ വീക്കിലും പൊട്ടും. കൂട്ടി വരുമ്പോൾ മാസം ഒരു 600 സ്ലോട്ടി പൊട്ടും. അത്രയും എൻ്റെ ഫുഡ് ആൻഡ് എക്സ്പെൻസസിന് പൊട്ടും, ഫുഡിന് തന്നെ. അതിനകത്തൊരു 100 സ്ലോട്ടി അരിച്ചാക്കിന് തന്നെ പോവും. 100 ഒരു മാസത്തേക്ക് ഒരു 5 കിലോ എന്ന് പറയുമ്പോൾ 50 സ്ലോട്ടി അരിച്ചാക്കിന് പോവും. ബാക്കി സാധനങ്ങളൊക്കെ എനിക്ക് വീക്കിലി ഓൾമോസ്റ്റ് കൂടുതലും നോൺ വെജ് എടുക്കാറ്. പക്ഷേ ഒരു 2 ദിവസമെങ്കിലും വെജിറ്റേറിയൻ ഞാൻ പിടിക്കാറുണ്ട്. അതിനകത്ത് ചിക്കൻ, ബീഫ്, പോർക്ക്, മീൻ, മറ്റൊന്ന് നോൺ വെജൊക്കെ ഞാൻ മേടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ ചായക്ക് വേണ്ട ചായപ്പൊടിക്കൊക്കെ റേറ്റ് കൂടുതലാണ്. ഇന്ത്യൻ ചായ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ മേടിക്കുമ്പോൾ അതിൻ്റെതായ റേറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും ഞാൻ ഇന്ത്യൻ സ്റ്റോറിൽ പോയി എന്തെങ്കിലും മേടിക്കും. അതായത് സിമ്പിൾ ഫോർമുലയാണ്. നമ്മൾ പണിയെടുക്കുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? പിന്നെ നമ്മുടെ വീട്ടുകാരെയും കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി വീട്ടുകാരും ഹാപ്പിയാവും. അങ്ങനെ വിശ്വസിക്കുന്നതാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കേസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കണേ. പക്ഷേ ഓഫറും കൂടി നോക്കി, അതിനെയും കൂടി നോക്കി, ഒക്കെയും കൂടി അറ്റം വലിച്ച് പിടിച്ച് തിരിച്ചൊക്കെ കൂടി അങ്ങോട്ട് ഓടിക്കുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ചിലവ്.
പിന്നെ ഇതിനകത്ത് മദ്യം പരിപാടി ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതൊന്നും ഇല്ല താനും. ഉള്ളത് എനിക്ക് പനി ചുമ വരുമ്പോഴാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ മുന്നത്തെ ഏതൊക്കെയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കയറി കണ്ടാൽ മതി. എപ്പോഴാണ് ഞാൻ ഈ പറയുന്ന ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നതെന്നുള്ള കേസ്, അതിനെക്കുറിച്ച് ഇനി ഞാൻ സംസാരിക്കണില്ല, റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഫുഡ് എല്ലാ എക്സ്പെൻസും ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ എനിക്കൊരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓരോ ഷോപ്പിനും പർട്ടിക്കുലർ ഡേയ്സിലാണ് ഓഫർ ഇവർ ഇടുക. അപ്പോൾ ഏതൊക്കെ ഷോപ്പുണ്ട്, ഇപ്പോൾ ലെറ്റ്സ് ബിദ്രോങ്ക, ഔഷൻ, ആൽഡിൽ, ലിഡിൽ, ഇപ്പോൾ ഏതെങ്കിലും ആവട്ടെ, TNG ഏതെങ്കിലും ആവട്ടെ, അവരൊക്കെ പർട്ടിക്കുലർ ഡേയ്സിൽ ഒരു ഓഫർ ഇടും. അത് നമുക്ക് അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മളവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്നാണ് ഈ ഓഫർ വരുന്നതെന്ന്. ഞാൻ ഇതുവരെ ഷോപ്പ് ചെയ്ത് വെച്ചിട്ട് ബിദ്രോങ്കയിൽ കൂടുതൽ ഓഫർ വരുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ അതേപോലെ തന്നെ കൗഫ്ലൻഡിലാണെങ്കിൽ തിങ്കളാഴ്ച ഓഫറുണ്ട്, വ്യാഴാഴ്ച ഓഫറുണ്ട്. അതേപോലെ ഓൾമോസ്റ്റ് ഇവിടെയുള്ള മെയിൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതേപോലെ ഓഫർ വരുന്ന ദിവസങ്ങളുണ്ട്. നിങ്ങൾ ഓഫർ നോക്കുക, മേടിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു പരിധി വരെ ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ അതാണ് എൻ്റെ ഒരു മന്ത്ലി ഫുഡിന് വരുന്ന എക്സ്പെൻസ്. പിന്നെ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് അതർ എക്സ്പെൻസ്. അത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് എല്ലാ മാസം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസം കിട്ടുന്ന വരുമാനം അനുസരിച്ചിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് നമുക്കൊരു 100 സ്ലോട്ട് 200 സ്ലോട്ട് പൊട്ടുമെന്ന് പറയാം. അതായത് ഡ്രസ്സ് മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാം, നമ്മുടെ സന്തോഷത്തിന് നമ്മൾ മേടിക്കാമെന്ന് പറയില്ലേ, അങ്ങനെ മേടിക്കും. അതും ഇങ്ങനെ തന്നെ ഓഫർ നോക്കി അങ്ങോട്ട് മേടിക്കും. പ്രിസർവേഡിന്നോ സാറേന്നോ എവിടെ നിന്നാന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഓഫറിന് കിട്ടണേ അവിടെ നിന്ന് മേടിക്കും. അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പൊക്കോളും. പിന്നെ വേറെ എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് എനിക്കില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വല്ല അസുഖം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെ നാട്ടിൽ നിന്നുള്ള മരുന്നും കാര്യങ്ങളും കൊണ്ട് ഓടും. അവസാനമായിട്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, പോളണ്ടിൽ നിന്നല്ല യൂറോപ്പിൽ എവിടെയായാലും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഞാൻ മുന്നും കുറേ പ്രാവശ്യം പറഞ്ഞേക്കുന്നതാണ്. അതായത് നിങ്ങൾ ഡ്രസ്സ് മേടിക്കുമ്പോൾ ക്ലൈമറ്റിന് ഓപ്പോസിറ്റുള്ള ഡ്രസ്സ് മേടിക്കുക. അതായത് സമ്മറിൽ നിങ്ങൾ വിൻ്ററിനുള്ള ഡ്രസ്സ് മേടിച്ച് വയ്ക്കുക, വിൻ്ററിൽ സമ്മറിലുള്ള ഡ്രസ്സ് മേടിച്ച് വയ്ക്കുക. ആദ്യത്തെ ഒരു വർഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തിരി ഷോർട്ടേജ് വരും, പക്ഷേ രണ്ടാമത്തെ വർഷം തൊട്ട് ഇഷ്ടം പോലെ ഡ്രസ്സ് കയ്യിലുണ്ടാവും. കാരണം ഇവിടെ എങ്ങനെയാണ്, വിൻ്റർ ആയിക്കഴിഞ്ഞാൽ സമ്മറിലെ ഡ്രസ്സിന് ഓഫർ ആയിരിക്കും, അതേ സ്കീം തന്നെ സമ്മറിൽ. അപ്പോൾ ഓഫർ നോക്കി മേടിച്ചാൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്കിവിടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫർ നോക്കി മേടിക്കുക, അങ്ങനെയാണെങ്കിൽ കാശ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ പൂത്ത കാശുകാരാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊട്ടിച്ചോ, ഒരു പ്രശ്നവുമില്ല. പിന്നെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഒരു മാസം ഓടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ നോക്കി ഓടിക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. വേറെ ഒന്നും ഈ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ശരി, ബൈ.